ഇസ്രയേലിന് പിന്നാലെ ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്കയും ആക്രമണം നടത്തിയതോടെ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ആക്രമണത്തിന് പിന്നാലെ മിഡിൽ ഈസ്റ്റിലെ US സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകിയതോടെ ഗൾഫ് മേഖലയും ആശങ്കയിലായി. മിഡിൽ ഈസ്റ്റിലെ നിരവധി രാജ്യങ്ങളിൽ USന്റെ സുപ്രധാന സൈനിക താവളങ്ങളുണ്ട്. USന്റെ സെൻട്രൽ കമാൻഡിന്റെ കീഴിലാണ് മിഡിൽ ഈസ്റ്റിലെ ഈ US സൈനിക താവളങ്ങൾ പ്രവർത്തിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 8 രാജ്യങ്ങളിലാണ് ഈ സൈനിക താവളങ്ങളുള്ളത്. UAE ആണ് ഇതിലൊന്നാമത്തേത്. USന്റെ 380ാമത് എയർ എക്സ്പെഡിഷണറി വിങ്ങിന്റെ ആസ്ഥാനമാണ് ഇവിടുത്തെ അൽ ദഫ്ര വ്യോമതാവളം. ഇറാനെതിരായ സുപ്രധാന പദ്ധതികളെ പിന്തുണയ്ക്കുന്ന നിർണായകമായ USന്റെ വ്യോമസേന കേന്ദ്രമാണ് അൽ ദഫ്ര. ഗൾഫ് എയർ വാർഫെയർ സെന്റർ കൂടിയായ ഇവിടെ വ്യോമ മിസൈൽ പ്രതിരോധ പരിശീലനവും നടക്കുന്നുണ്ട്. MQ-9 റീപ്പേഴ്സ് ഉൾപ്പെടെയുള്ള ഡ്രോണുകളും എയർക്രാഫ്റ്റുകളുടെ 10 സൈനിക വിഭാഗങ്ങളുമാണ് ഇവിടെയുള്ളത്. ഖത്തറിലാണ് രണ്ടാമത്തെ സൈനിക താവളമുള്ളത്. USന്റെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലുതും സുപ്രധാനവുമായ വ്യോമതാവളമാണ് ഇവിടുത്തെ അൽ ഉദൈദിലുള്ളത്. 24 ഹെക്ടറിലായി വ്യാപിച്ചു കിടക്കുന്ന ഇവിടെ 10,000-ഓളം US സൈനികരാണുള്ളത്. പടിഞ്ഞാറ് ഈജിപ്റ്റ് മുതൽ കിഴക്ക് കസക്കിസ്ഥാൻ വരെയുള്ള ഏരിയകളാണ് ഈ കേന്ദ്രം കൈകാര്യം ചെയ്യുന്നത്. 379ാമത് എയർ എക്സ്പെഡിഷണറി വിംഗ്, കോമ്പാക്ട് എയർക്രാഫ്റ്റുകൾ എന്നിവയാണ് ഇവിടെയുള്ളത്. അതോടൊപ്പം തന്നെ പ്രത്യേക ഓപ്പറേഷൻ സേനകളും ഈ കേന്ദ്രത്തിലുണ്ട്. US നാവികസേനയുടെ അടുത്ത ആസ്ഥാനം ബഹ്റൈനാണ്. 1948 മുതലാണ് ഇവിടെ നാവികസേന പ്രവർത്തനം ആരംഭിച്ചത്. നേരത്തെ ബ്രിട്ടന്റെ റോയൽ നേവി ഈ താവളം ഉപയോഗിച്ചിരുന്നു. ഗൾഫ്, അറേബ്യൻ സീ, ചെങ്കടൽ, ഇന്ത്യ സമുദ്രത്തിന്റെ ഭാഗങ്ങൾ എന്നിവയാണ് ബഹ്റൈനിലെ ആസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്നത്. ഇവിടുത്തെ തുറമുഖത്താണ് USന്റെ തീരസേനയുടേത് ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ സൈനിക കപ്പലുകൾ നങ്കൂരമിടുന്നത്. ഖനന പ്രതിരോധ കപ്പലുകൾ ഉൾപ്പെടെ നിരവധി US കപ്പലുകളുടെ ആസ്ഥാന തുറമുഖം കൂടിയാണ് ഇവിടം. ഇവിടെ യുദ്ധവിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അടുത്ത ആസ്ഥാനമായ കുവൈറ്റിൽ ഒന്നിലധികം US താവളങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഈ മേഖലയിലെ USന്റെ ജോയിന്റ്, സഖ്യസേന എന്നിവർക്ക് ആവശ്യമായ യുദ്ധശേഷി എത്തിക്കുന്നതിനുള്ള എയർലിഫ്റ്റ് ഹബും ഗേറ്റ്വേയുമാണ് ഇവിടെയുള്ളത്. MQ-9 റീപ്പേഴ്സ് ഡ്രോണുകൾ ഉൾപ്പെടെ ഇവിടെയുണ്ടെന്നാണ് വിവരം. സൗദി അറേബ്യയാണ് അടുത്ത USന്റെ സൈനിക താവളം. 2024 വൈറ്റ് ഹൗസ് കണക്കുകൾ പ്രകാരം 2321 US സൈനികരാണ് ഇവിടെയുള്ളത്. സൗദി സർക്കാരുമായി സഹകരിച്ച് വ്യോമ, മിസൈൽ പ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്നത് മാത്രമല്ല, US സൈനിക യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ പിന്തുണയും ഇവിടെ നിന്ന് നൽകുന്നുണ്ട്. അർബിൽ, അൽ അസാദ് എന്നിവിടങ്ങളിലായി ഒന്നിലധികം സൈനിക താവളങ്ങളുള്ള സ്ഥലമാണ് സൗദി. ഇറാനുമായി അടുത്ത ബന്ധം ഇറാഖിനുണ്ടെങ്കിലും USന്റെ സ്ട്രാറ്റജിക് പങ്കാളി കൂടെയാണ് ഈ രാജ്യം. 2500 US സൈനികരാണ് ഇറാഖിലുള്ളത്. ജോർദാനും സിറിയയുമാണ് അവശേഷിക്കുന്ന 2 സൈനിക താവളങ്ങൾ. US വ്യോമസേനയുടെ സെൻട്രൽ 332ാമത് എയർ എക്സ്പെഡിഷണറി വിങ്ങാണ് ജോർദിയയിലെ മവവാഖ് അൽ സൽത്തി എന്ന വ്യോമതാവളത്തിലുള്ളത്. സിറിയയിലും ഒന്നിലധികം സൈനിക താവളങ്ങൾ USനുണ്ട്. വരും മാസങ്ങളിൽ സിറിയയിലെ US സൈനികരുടെ എണ്ണം 1000-ൽ താഴെയായി കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ. US സൈനികരുടെ ഏകീകരണത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. എന്തായാലും ഇറാൻ-ഇസ്രയേൽ സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ഗൾഫ് മേഖലയുടെയും ആശങ്ക ഒഴിയുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.